എല്ലാവർക്കും KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മിഹിർ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും നിരവധി സംഭവങ്ങൾ. അവരുടെ അമ്മ വെളിപ്പെടുത്തിയ നിരവധി കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ റിവീൽ ചെയ്തതിനു ശേഷമാണ് പുറം ലോകം അറിയുന്ന ഓരോരോ സംഭവങ്ങൾ. ആ കുട്ടി നേരിട്ട റാഗിങ്ങിനെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെ പറ്റിയൊക്കെ സ്കൂൾ അധികൃതർ നടത്തിയ ഇടപെടലും അതും പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത് അങ്ങനെയാണ്. അപ്പം അതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പം കാര്യങ്ങൾ അറിയാവോ? എല്ലാം കണ്ടോ? ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പയ്യന്റെ കാര്യം. ഇങ്ങനെ എനിക്ക് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ വളരെ കഷ്ടം തോന്നി. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് എന്നുള്ളത്. കാരണം കൂടെയുള്ള പയ്യന്മാരെന്ന് പറയുമ്പോഴും ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന പയ്യന്മാരാണെന്നുള്ളതാണ് സത്യം. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേരുടെ മൈൻഡ് ഏത് രീതിയിലോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഇപ്പൊ ഇത് മാത്രമല്ലല്ലോ, മുന്നേ ഇതേപോലെ എന്തോ റാഗിങ് പോലെ എന്തൊക്കെ പ്രശ്നങ്ങള് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കേട്ട് തഴമ്പിച്ചതാണ്. അത് ഇനിയും പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ മുമ്പ് റിയാക്ഷൻ ചാനൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഈ സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതായത് മിഹിർ എന്ന വിദ്യാർത്ഥി ജേം എന്ന സ്കൂളിൽ, ഒരു പബ്ലിക് സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു കുട്ടിയും കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു പെൺകുട്ടിയായിട്ട് അടിയുണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ല എന്തോ സംഭവം ഉണ്ടാവും. അത് മിക്ക വിദ്യാർത്ഥികളും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ ഇത് സസ്പെൻഷൻ കൊടുക്കുകയും ആ സസ്പെൻഷൻ 2 ആഴ്ചത്തേക്കാണ്ടാണ് കൊടുത്തിരുന്നത്. ആ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും ആ കുട്ടിക്ക് മാത്രമേ സസ്പെൻഷൻ കൊടുത്തോളൂ. അതേപോലെ തന്നെ സസ്പെൻഷൻ നീട്ടുകയും ചെയ്തു. ഒറ്റയ്ക്ക് ഇരുത്തി എക്സാം ഹാളിൽ മറ്റുള്ളവരുടെ കൂടെ അല്ല ഇരുത്തിയത്, സെപ്പറേറ്റ് ഒരു റൂമിലിരുത്തി എക്സാം എഴുതിപ്പിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ആ കുട്ടിയുടെ വീട്ടുകാർ വേറെ സ്കൂളിലേക്ക് ചേർത്തു. ഗ്ലോബൽ എന്ന തൃപ്പൂണിത്തുറയിലുള്ള ഒരു സ്കൂളിലേക്ക് ചേർക്കുകയും അവിടെ റാഗിങ്, അതിക്രൂരമായ റാഗിങ്ങിൽ വിധേയമാകുകയും ചെയ്ത ആ കുട്ടി. അതുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായി തകർന്നിട്ടാവാം ആത്മഹത്യ ചെയ്ത് അവർ താമസിക്കുന്നിടത്തുനിന്ന് ആത്മഹത്യ ചെയ്തത്. 24ാമത്തെ ഫ്ലോറിൽ നിന്നായിരുന്നു ചാടി ആത്മഹത്യ ചെയ്യുമായിരുന്നു. അപ്പം അത് ന്യൂസിലൊക്കെ നിരവധി കേട്ടായിരുന്നു. അപ്പം അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള പ്രശ്നങ്ങൾ എല്ലാവരും അറിഞ്ഞത് തന്നെ അവരുടെ അമ്മ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റ് വഴിയാണ്. ഒരു തുറന്ന കത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയും കുറേ സ്ക്രീൻഷോട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ വെക്കുകയും ചെയ്തു. അത് കണ്ടായിരുന്നോ നീ? കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണുമ്പോഴത്തേക്കും അത് നമ്മൾ കുറെ മനസ്സിൽ ഉള്ളിലേക്കുന്ന കാര്യങ്ങളൊക്കെ. ആ പയ്യൻ അനുഭവിച്ചതായിട്ടുള്ള റാഗിങ് എന്ന് പറഞ്ഞാൽ പോലും അത് നമുക്ക് പോലും സഹിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളായിരുന്നു. അതായത് മറ്റേ ക്ലോസറ്റില് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് എന്ന് പറയുന്നത് ഈ കുട്ടി ആ ഗ്ലോബൽ എന്ന സ്കൂളിൽ ചേരുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് റാഗിങ്ങിൽ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ റാഗിങ് ചെയ്യുകയും ചെയ്തു. റാഗിങ് എന്ന് പറയുന്നത് നമ്മളത് നമ്മളൊന്നും കേട്ടിട്ട് ഈ റാഗിങ് രീതികളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് തന്നെ ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ വർഷം തൊട്ടായിരിക്കും നമ്മളതൊക്കെ കേൾക്കുന്നത്. ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ആ കുട്ടിയെ കൊണ്ട് ക്ലോസറ്റിന്റെ ലിഡ് ലിക്ക് ചെയ്യിക്കാൻ നോക്കുകയും അതേപോലെ തന്നെ ക്ലോസറ്റിന് തല വെച്ചിട്ട് ഫ്ലഷ് അടിപ്പിക്കുകയും പിന്നെ സ്കൂൾ ബസ്സിലൊക്കെ നിരവധി ഫിസിക്കലി അസോൾട്ട് ചെയ്യുകയും അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മാനസികമായി കുറെ ടോർച്ചറൊക്കെ കുട്ടി നേരിട്ടിട്ടുണ്ട്. അതുമായിട്ട് മാനസികമായി തകർന്നിട്ടാവാം കുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇനി അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കുറേയൊക്കെ സ്കൂൾ അധികൃതർ മറച്ചു വെച്ചു കുറേ കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ കാര്യം, അതായത് ഇവര് അറിയുന്നത് തന്നെ, വീട്ടുകാർ സഹിതം അറിയുന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഫോറം ഫോം ചെയ്യുകയും ജസ്റ്റിസ് ഫോർ മിഹിർ എന്നും പറഞ്ഞ് ഫോറം ഫോം ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ അതിൽ വന്ന കമന്റുകളും പോസ്റ്റുകളും ഫോട്ടോകളും എല്ലാം പെട്ടെന്ന് ഡിലീറ്റ് ആക്കുകയും ചെയ്തു. അപ്പൊ ഇത് ഇവർക്ക് എങ്ങനെയോ, ഇവരുടെ അമ്മയ്ക്ക് എങ്ങനെയോ കിട്ടി. അല്ല, ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇത് ആരാണ് ഇങ്ങനെ ഒരു ഫോറം തയ്യാറാക്കിയത്? അത് ആരാന്ന് അറിയത്തില്ല. കൂടെയുള്ള കുട്ടികളായിരിക്കും. ഇതൊക്കെ കണ്ടിട്ടും എല്ലാവർക്കും ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, മാർക്ക് വെക്കാനും പറ്റത്തില്ല. ചിലവരത് ഉള്ളിലേക്കുന്ന കാര്യമായിരിക്കും. അവർ പുറം ലോകത്തെ അറിയിക്കണമെന്ന് തീരുമാനിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഫോറം ഫോം ചെയ്തത്, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ഇട്ടത്. അപ്പൊ ഇതിന്റെ കൂടെ താഴെ തന്നെ ഇത് ചെയ്തവർ തന്നെ ആയിരിക്കാം, ഇത് റാഗിങ് ചെയ്തവർ തന്നെയാകാം. ഈ കുട്ടിയോടുള്ള വിരോധം കൊണ്ടാവാം. വിരോധം എന്ന് പറയുന്നത് ഈ ടൈപ്പ് വിരോധമൊക്കെ ഈ സ്കൂൾ കുട്ടികൾക്ക് ഉണ്ടാവും. അത് സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈമിലെന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ കോളേജിൽ, പണ്ടത്തെ കാലത്തൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമില് റാഗിങ് ഉണ്ടാവാറുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ മാവി നിൽക്കുന്ന മാങ്ങയുണ്ട്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഇഷ്ടംപോലെ റാഗിങ് ഒക്കെ നമ്മൾ നേരിട്ടുണ്ട്. അതൊക്കെ ഒരു തമാശ രീതിയിലുള്ള റാഗിങ് കാര്യങ്ങളും, അത്ര ഇതേമാതിരിയുള്ള റാഗിങ് ഒന്നും നമ്മൾ കണ്ടിട്ടുമില്ല.
ഒരിക്കലും അനുഭവിച്ചിട്ടുമില്ല. റാഗിങ് ഒക്കെ മിക്ക കോളേജിലും ഉണ്ട്. അതൊരു ആ ഒരു സ്പിരിറ്റിലുള്ള റാഗിങ് ഒക്കെ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ല. പിന്നീട് ഓർക്കുമ്പോൾ ചിരിക്കാനുള്ള റാഗിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറൊരു കാര്യം ഉണ്ടാവും, ചിലപ്പം പുറത്തു വരാത്തായിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് വരാൻ തുടങ്ങിയത്. അപ്പൊ എല്ലാ കേസും ഇപ്പൊ പുറത്ത് വരുന്നുണ്ട്. അല്ല, ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്റെ ഒരു മെന്റാലിറ്റി മാറുന്നുണ്ടെന്ന് എനിക്ക് ചില സമയം തോന്നിയിട്ടുണ്ട്. തോന്നാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് എല്ലാ സ്റ്റുഡൻസ് സൂയിസൈഡ് ചെയ്ത പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കൊച്ചിലെയൊക്കെ ന്യൂസ് പേപ്പറിലും അല്ലാതെയൊക്കെ കേട്ടിട്ടുണ്ട്. കാര്യം മാർക്ക് പറഞ്ഞതിന്റെ പേരിൽ വീട്ടുകാർ മാർക്ക് വാങ്ങുന്നതിന്റെ പേരിൽ വീട്ടുകാർ വഴക്ക് പറഞ്ഞതിന്റെ പേരിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിള്ളേർ ആത്മഹത്യ ചെയ്തെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതേപോലെയൊക്കെ റാഗിങ് ചെയ്ത് ഇതേപോലെ ഈ മാതിരി പൈശാചികമായിട്ട് റാഗിങ് ചെയ്ത് ഇത് കാടത്തരം എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ഇതിനൊക്കെ. അല്ല, ഇപ്പം ഇത് മാത്രമല്ലല്ലോ, ഇപ്പൊ ഇഷ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രേമിച്ച പെണ്ണിനെ വെട്ടിക്കൊല്ലുക, ചെക്കനെ വെട്ടിക്കൊല്ലുക, മുമ്പ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതെല്ലാം ആക്റ്റീവ് ആയിട്ട് പെട്ടെന്ന് അപ്പൊ തന്നെ എല്ലാവരിലോട്ട് എത്തുന്നുണ്ട്. ചിലരുടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറിൽ വന്ന് അത് ആരെങ്കിലും വായിക്കുന്നവർ എല്ലാവരും ഒന്നും വായിക്കത്തില്ല, വായിക്കുന്നവർ വായിച്ചാലായി, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ മുമ്പിൽ തന്നെ വരും, ഫോണിൽ മുമ്പിൽ വിരലുകളിൽ തന്നെ വരുമോ, കൺമുന്നിൽ വരുമോ. ഇപ്പൊ മീഡിയ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്ത് വന്നാലും അത് എല്ലാവർക്കും ഒരു എന്താ പറയാ, പെട്ടെന്ന് എത്തിക്കുക, എല്ലാവരിലേക്കും അത് പെട്ടെന്ന് എത്തുക എന്ന് പറയുന്ന ഒരു ഗുണം മീഡിയ കൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാം പുറത്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാകാം ഇത് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുറ്റപ്പെടുത്തുമല്ല, എന്നാലും ഒന്ന് നമ്മളൊരു അധികൃതർ അതിൻ്റെതായ രീതിയിൽ കാണണം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ സൊസൈറ്റി ആ രീതിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു പ്രശ്നം റാഗിങ് നടന്ന് ഈ കുട്ടി കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിന് ശേഷം അപ്പോഴും സ്കൂൾ അധികൃതരൊന്നും അടങ്ങിയിട്ടില്ല. ഇവര് ഈ മാതാപിതാക്കൾ കംപ്ലൈന്റ് കൊടുത്തു സ്കൂൾ അധികൃതരെടുത്ത്. ഇത് കണ്ടതിന് ശേഷം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഡീറ്റെയിൽ ഈ കാര്യം ഈ സ്ക്രീൻഷോട്ട് വഴി അറിഞ്ഞതേ ഉള്ളൂ. അതായത് ഈ ഇൻസ്റ്റാഗ്രാം പേരിൽ ഈ ഫോറത്തിന്റെ അടിയിൽ വന്ന കമന്റ്സും മെസ്സേജും ഒക്കെ സ്ക്രീൻഷോട്ട് ആയിട്ട് ഇവർക്ക് കിട്ടിയതിന്റെ പേരിലാണ് ഇത് സംഭവം വെളിയിൽ വന്നത്. അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അതെ, നടന്നതെന്ന് പറഞ്ഞാല് ഈ കുട്ടി ഇപ്പൊ റാഗിങ്ങിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ടോയ്ലറ്റിൽ ഫിസിക്കലി കുറെ അസൾട്ട് മാനസികമായിട്ടും എല്ലാം കുറെ അനുഭവിച്ചിട്ടുണ്ട് കുട്ടി. ഇപ്പം ഞാൻ പറഞ്ഞ ഏറ്റവും നമുക്ക് കാടത്തരമായിട്ട് തോന്നുന്നത് ഇത് തന്നെയാണ്. ഈ ടോയ്ലറ്റിൽ നമ്മൾ ഇരിക്കുന്നിടം ലിക്ക് ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ മുഖം പൂഴ്ത്തി വെച്ച് ഫ്ലഷ് ചെയ്യിപ്പിക്കുക, അതിനെ വെച്ച് കളിയാക്കുക. അതേപോലെ പിള്ളേരല്ലേ ഇപ്പൊ കൂടെ പഠിക്കുന്നവരുടെ എല്ലാം അത് പറയുമല്ലോ, എല്ലാവരും അറിയും എങ്ങനെയായിരിക്കും ആ ഒരു മാനസികാവസ്ഥ. ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. കൂടെ പഠിക്കുന്നവര്, അപ്പം അവര് ആ കുട്ടികളുടെ കൂടെ തന്നെയല്ലേ ഇവരും പഠിക്കേണ്ടത്. അപ്പൊ ആ ഒരു മാനസികാവസ്ഥയും പലതും അത്രയും വിഷയമായിട്ട് തോന്നിയ ഉണ്ടായിരിക്കാം കുട്ടി അങ്ങനെ ആത്മഹത്യ ചെയ്തത്. അല്ല, ഇനി തുടർന്നാലും ഇതിന്റെ അപ്പുറം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേനെ. ഇത് മൊത്തം ഫുള്ള് പുറത്ത് വന്നിട്ടില്ല എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതില്. ഒന്നും അവരുടെ സൈഡിൽ നിന്നൊന്നും പറ്റില്ല. ഈ സ്ക്രീൻഷോട്ടിൽ നടന്ന കാര്യങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, വേറെ വെളിയിലൊന്നും വന്നിട്ടില്ല. ഇനി വെളിയിൽ വരും ഇതിന്റെ അപ്പുറം എന്തുവാണ് നടക്കാൻ പോകുന്നത്. കാര്യം ആ കുട്ടികളുടെ മനസ്സ് അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇറങ്ങി, അത് ഈ മരിച്ചതിന് ശേഷം ഒരു വീഡിയോ ഇറങ്ങി. ആ വീഡിയോ ഇറങ്ങി എന്ന് പറഞ്ഞാല് ഈ കുട്ടി 27ാമത്തെ നിലയിൽ ചാടുന്ന ഒരു രംഗം ഒരു കാർട്ടൂൺ ആനിമേഷൻ പോലെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് അത് എന്തോ അതിന്റെ മീനിങ് എനിക്ക് മനസ്സിലാവുന്നില്ല. പൂണി ഹെഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷന്റെ എന്തെങ്കിലും സംസാരമായിരിക്കാം. എനിക്ക് എന്താ പൂണി ഹെഡ് എന്ന് കേട്ടിട്ടുണ്ട്, പൂണി ഹെഡ് എന്തോന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴത്തെ ന്യൂജന്റെ പിള്ളേരുടെ ഇടയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. അതിന്റെ മീനിങ് എനിക്ക് അറിയത്താരും പറയേണ്ട കാര്യമില്ല. അപ്പൊ അത് വെച്ച് കളിയാക്കി ആ കുട്ടി സൂയിസൈഡ് ചെയ്തതിന്റെ രംഗം ഒരു ആനിമേഷൻ രൂപത്തിൽ ഒരു എന്താ പറയാ, ഒരു പരിഹാസ രൂപേനെ അത് ആ പോസ്റ്റിന് താഴെ ഷെയർ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള മെന്റാലിറ്റിയിലുള്ള പിള്ളേര് അത് ഞാൻ കഴിക്കുന്നത് ഈ സൊസൈറ്റിയിൽ പിന്നീട് എങ്ങനെ അവർ വലുതായി വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ചിലപ്പോ ഈ ബാക്കി പിള്ളേരും ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇത് പുറത്ത് വന്നില്ലെങ്കിൽ അവരുടെ അവസ്ഥ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം. കാരണം ഇത്രയും ടോർച്ചർ ചെയ്ത ഒരാള് ആത്മഹത്യ ചെയ്തിട്ട് പോലും ഇവർക്കൊരു കൂസലില്ലാതെ ഈ രീതിയിൽ കളിയാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ അതിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ ഇതായിരിക്കാമെന്ന് എഴുതിയിട്ടായിരിക്കും ഒരു കൂട്ടം ആൾക്കാരെ ഇത് പുറത്ത് വരണമെന്ന് എഴുതിയിട്ട് ഈ ഒരു ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും ക്രൂവലായിട്ട് തോന്നി എന്തോന്നറിയാം, ഈ സ്കൂൾ അധികൃതരുടെ പെരുമാറ്റം. അവർക്ക് ശരി, ഓക്കെ, അവരുടെ ഒരു ബിസിനസ് ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നും പറഞ്ഞിട്ട് എന്തായാലും കുട്ടി ആത്മഹത്യ റിവീൽ ആയത് കാര്യമാണ്. അതിനെ എത്രയും മൂടി വെക്കും തോറും
അത് അവർക്ക് നെഗറ്റീവ് വരുത്തേ ഉള്ളൂ. അല്ല, സ്കൂളിനെ ബാധിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും അവരത് പുറത്ത് കാണിക്കാൻ നിൽക്കുന്നത്. അത് ഓൾറെഡി അത് വെളിയിൽ വരുമ്പോ പിന്നെ ആ കുട്ടിയെ തന്നെയാണ്, അത് കണ്ടില്ലായിരുന്നു, ആ കുട്ടിയെ തന്നെയാണ് അവർ കുറ്റം പറയുന്നത്. ആ കുട്ടി അത്രയ്ക്കുള്ള അങ്ങനത്തെ ഒരു ആളാണ്, അതായത് മോശമായിട്ട് തല്ലും ഇതൊക്കെ കൂടുന്ന ഒരു ആളാണ്. ആ കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടി സൂയിസൈഡ് ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇവര് പരാതി കൊടുത്തതിന് ശേഷമാണ് അവിടുന്ന് ഒരു ലെറ്റർ, സ്കൂൾ അധികൃതരിൽ നിന്ന് ഒരു ലെറ്റർ വരുന്നത്. ആ കുട്ടി സ്ഥിരം ഇങ്ങനെ ഒരു പ്രശ്നക്കാരനാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവര് ഒരിക്കലും ആ റാഗിങ് ചെയ്ത പിള്ളേരെ പറ്റിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പരാമർശിച്ചിട്ടില്ല. ഈ ഒരു കാര്യം, ആ കുട്ടിയെ പറ്റി അപവാദം പറയുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു ഇതാണ് അവൻ പറഞ്ഞേക്കുന്നത്. അതായത് ആള് മരിച്ചു പോയല്ലോ, അപ്പൊ ആളുടെ പേരിലേക്ക് എല്ലാ കുറ്റമാക്കിയിട്ട് ഇനി ഇരിക്കുന്നവർക്ക് ഒരു പ്രശ്നം വരാതെ സേഫ് ആക്കി. അതിന് ഉന്നതരുടെ മക്കളാണോ എന്തോന്നും നമുക്ക് അറിയത്തില്ല, അതൊന്നും വെളിയിൽ വന്നിട്ടില്ല. പിന്നെ ഇത് പിള്ളേരാണ്. അപ്പം ഇതിൽ ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ജൂനൈൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് അന്വേഷണം നടത്തുന്നതായിരിക്കും ഏറ്റവും ഒരു ബെറ്റർ. അപ്പോൾ അവർ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അന്വേഷണം നടത്തുക. അതിന് പിള്ളേരുടെ കാര്യമൊക്കെ ആയതുകൊണ്ട് ആ രീതിയിൽ ഇടപെടാൻ പറ്റത്തുള്ളൂ, ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിൽ ഏറ്റവും ആ അമ്മയും ആ മാതാപിതാക്കളെ വിഷമിക്കുന്ന ഒരു കാര്യം, ആ സ്കൂൾ അധികൃതരിൽ നിന്ന് ഇങ്ങനെ ഒരു ലെറ്റർ വെളി വന്നത്, ആ കുട്ടിയെ ഇത്രയും മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ വന്നത് ഭയങ്കര ഒരു വിഷമായിപ്പോയി. അത് വളരെ മോശമായിപ്പോയി അല്ലേ? ഇപ്പൊ കുട്ടി അവരുടെ ആ മാതാപിതാക്കളുടെ എന്തൊക്കെ ഫ്യൂച്ചർ ഇതൊക്കെ ആയിരിക്കും, ആഗ്രഹങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നൊക്കെ ഉള്ള പല. അല്ല, ഇപ്പോഴത്തെ മിക്ക കുട്ടികളുടെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എന്തൊക്കെ പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടായാലും വീട്ടിൽ വന്ന് പറയാറില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങ് പോയി ഭയങ്കര ലോല ഹൃദയം എന്ന് പറയുന്ന കണക്ക് പോയി സൂസൈഡ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം. ഫ്രണ്ട്ലി ആകുന്ന മാതാപിതാക്കളത്ത് കൂടി അത് എങ്ങനെ പറയാ? ഇത് ആ കുട്ടിക്ക്, അതാ ഞാൻ പറയുന്നത്, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം മാതാപിതാക്കളുടെ അടുത്ത് പറയാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കാണത്തില്ലേ? ഇപ്പം അവർക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടല്ലോ, അത് പറയാൻ അനുവദിക്കത്തില്ല. ചിലപ്പോൾ മാതാപിതാക്കളുടെ അടുത്ത് പറയാൻ കൂടി പറ്റത്തില്ലായിരിക്കും. അപ്പൊ ഈ കുട്ടികളുടെ മെന്റാലിറ്റിയും കൂടി ഒന്ന് ആലോചിക്കുകയും, ഈ രീതിയിലുള്ള ഒരു റാഗിങ് മെത്തേഡ് കുട്ടികളിലാണ് അത് കാണുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആണെങ്കിൽ ഇനിയിപ്പം ഈ കോളേജിലൊക്കെ വരുന്ന ടൈമിൽ എന്തായാലും റാഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്തേക്ക് ഇവർ ഏത് എക്സ്ട്രീം ലെവലിൽ പോകുന്നുള്ളതാണ്. അപ്പൊ ഇത് ഇങ്ങനെ പിന്നെ ഈ സ്കൂൾ അധികൃതർ അത് ചെയ്തത് ഒട്ടും ശരിയായിട്ടുള്ളവർ, അവർ ശരിക്കും മറച്ചു വെക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ. അവരുടെ ബിസിനസിനെ പേടിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, ഇങ്ങനെ ഒരു രീതിയിൽ ലെറ്റർ വിടേണ്ട കാര്യമില്ല. എന്തായാലും ഇത് അന്വേഷിക്കണം നല്ല രീതിയിൽ. അല്ല, അവര് ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ അതായിരിക്കും, പയ്യൻ ഭയങ്കര വികൃതി കുരുത്തക്കേട് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അപ്പൊ തന്നെ ആക്ഷൻ എടുത്തിരുന്നു, ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റില്ലെന്നായിരിക്കും അവര് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതായത് ഞങ്ങൾ പക്ക എല്ലാം ആക്ഷൻ എടുത്തത് കറക്റ്റ് ആയിരുന്നു, ഞങ്ങളുടെ പ്രശ്നമല്ല. ഇനി മുമ്പിരുന്ന സ്കൂളിന്റെ പ്രിൻസിപ്പളിന്, അതായത് ഈ സസ്പെൻഷൻ ഒക്കെ കൊടുത്തില്ലേ, ആ പ്രിൻസിപ്പളിന് മതിയായ യോഗ്യതയില്ല പ്രിൻസിപ്പൾ ആവാനുള്ള, അതിന് പേരിൽ സസ്പെൻഷൻ കൊടുത്തു വിട്ടേക്കുന്നു. അപ്പൊ ഇതൊരു എല്ലാം കൂടി ഒത്തുകളിയായിട്ടോ എന്തെങ്കിലും ആയിട്ട് തോന്നുന്നില്ലേ, അടിക്കുന്നുണ്ട്. അപ്പം ഇത് അന്വേഷിക്കണം, ഇത് കാര്യമായിട്ട് അന്വേഷിക്കണം. അതായത് സർക്കാർ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം കോളേജുകളിൽ ആന്റി റാഗിങ് സ്ക്വാഡ് മിക്കതിടത്തും കാണും, അത് നിർബന്ധമാണ്. പക്ഷെ സ്കൂളുകളിൽ ചുരുക്കം സ്കൂളുകളിൽ മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉള്ളൂ. ഇപ്പൊ ആന്റി റാഗിങ് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി പോലെ ഒരു ഫോം ചെയ്തിട്ട് എല്ലാ സ്കൂളിലും വേണമെന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ സ്കൂളിലും വന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നിലവിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളും കൗൺസിലിംഗ് നടത്തിയും അങ്ങനെയൊക്കെ തടയാൻ പറ്റും. ഒരു രക്ഷിതാക്കളിൽ നിന്ന് ഒരു PTA രക്ഷിതാക്കളിൽ നിന്നുള്ള ഒരു മെമ്പർ, ആ ഒരു അംഗവും, പിന്നെ ടീച്ചേഴ്സിൽ നിന്നും പ്രിൻസിപ്പളും, പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് ആന്റി റാഗിങ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 പേര്. അപ്പൊ അവരൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു കമ്മിറ്റി, ഈ കുട്ടികളിൽ നിന്നും ഒരു 1-2 പേരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി പോലെ ഒരു ഫോം ചെയ്ത് ഇടയ്ക്ക് അത് സ്ട്രിക്റ്റ് ആക്കി എല്ലാ സ്കൂളിലും നിർബന്ധമാക്കി അത് മുമ്പോട്ട് ഇടയ്ക്ക് കൗൺസിലിങ്ങും ഓരോ മീറ്റിങ്ങും ഒക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയാൻ പറ്റും. അത് നിർബന്ധമാണ്. കാര്യം ഇപ്പൊ നിലവിലെ ഇതിനെ പോലെ റാഗിങ്ങും പ്രശ്നങ്ങളും ഈ കുട്ടികളുടെ ആത്മഹത്യയും അതേപോലെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതിപ്പോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന തൊട്ട് മുമ്പ് ഞാനൊരു ന്യൂസ് കണ്ടതാണ്. 3 അധ്യാപകർ ചേർന്നിട്ട് ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുക, റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പൊ കണ്ടിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കണ്ട ന്യൂസാണ്. അപ്പൊ ഇതൊക്കെ അറിയാനും പറ്റുന്നത് ഇതേപോലെ കൗൺസിലിങ്ങും ഇതിന് ഇടയ്ക്ക് കൗൺസിലിംഗ് വരുന്നുണ്ട്. ഇപ്പൊ വുമൺ കമ്മീഷൻ, ചൈൽഡ് കമ്മീഷൻ എന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിൽ മാത്രം കാര്യമില്ല. അപ്പം നമ്മൾ മന്ത്ലി എന്തെങ്കിലും ഒരു കമ്മിറ്റി മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി അത് നിർബന്ധമാക്കി കൊണ്ടുവരണം. എല്ലാ സ്കൂളിലും അത് നിർബന്ധം. ഇപ്പം മിക്കയിടത്തും ഇപ്പം NCCയും അങ്ങനെ പല കാര്യങ്ങളും മസ്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതേപോലെ ഏതൊരു കമ്മിറ്റി കൊണ്ടുപോവുക. ഇപ്പോൾ വെളിനാട്ടുകളിലൊക്കെ ആണെങ്കിൽ, ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ ഒരു
കമ്മിറ്റിയും അത് അവരുടെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ്, ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അവർ ഡയറക്റ്റ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ടീച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇവരുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ വീട്ടിനകത്തു നിന്നോ അതായത് സ്കൂളിൻ്റെ അകത്തു നിന്ന് എന്തെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ ആക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതേപോലെ ഇവിടെയും കൊണ്ടുവരണം. കാര്യം നിലവിൽ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്, സൂയിസൈഡ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേർക്കിടയിൽ. അത് പണ്ടത്തെ പോലെ മാർക്ക് കുറഞ്ഞതിന് പേരിലോ അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയുന്നത് അതൊന്നുമല്ല, വേറെ രീതിയില്ല ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ. ഇതേപോലെ കഴിഞ്ഞ വർഷവും ഒരു കേസ് വന്ന് ഭയങ്കര ഇതായി പോയതാണ്. എന്നിട്ട് ഉടനെ തന്നെ അടുത്ത നടക്കുക. എന്നിട്ട് ഇതുപോലും നമുക്ക് തടയാൻ പറ്റില്ല, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയില്ല എന്ന് ഓർക്കുന്നവരാണ് ഭയങ്കര കഷ്ടം. പിള്ളേർക്ക് പേടിയില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് പറയുന്നത് ഇപ്പം ഓൾറെഡി സ്കൂളുകളിൽ അങ്ങനെ ഒരു റാങ്കിങ് കമ്മിറ്റി ഒന്നും ഇല്ല. അപ്പം ഹോസ്റ്റലിൽ വെച്ചിട്ട് നടന്ന സംഭവമല്ല. അപ്പൊ ഹോസ്റ്റലിലുള്ളവരാണ്, വാർഡന്മാരാണ് ഇതിൽ അധികം ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം. പിന്നെ നമ്മള് സ്കൂളിൽ നടക്കുന്ന കണക്കല്ല, ഹോസ്റ്റലിൽ തിരിച്ച് ഹോസ്റ്റലിൽ എന്ന് പറയുമ്പോൾ അവിടെ വേറെയാണ്. അതായത് അവിടുത്തെ മെയിൻ ഇൻചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ വാർഡൻസ് ആയിരിക്കും. അപ്പം അവരാണ് മെയിൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുട്ടിക്ക് ഭീഷണി ഉണ്ടായിരുന്നതാണ്, പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നം തന്നെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണി ബാക്കി പിള്ളേരെ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും അവിടെയും അറിയിക്കാതെ ഇരുന്നത്. അല്ല, ഇതിന് തക്കതായ ശിക്ഷ ഇത് കുട്ടിയാണെങ്കിൽ കൂടുതലും ജുവനൽ ഡിപ്പാർട്ട്മെന്റ് അവരുടെ റൂൾസിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കുക. ഇനി ഇത് ആവർത്തിക്കരുത്. ഇനിയുള്ള പിള്ളേർക്കാണെങ്കിൽ അതൊരു പാഠമായിരിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും പേടിയില്ലാതെ ഇങ്ങനെയൊക്കെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിൽ അത് സൊസൈറ്റിയിൽ ഇവരൊക്കെ ഏത് രീതിയിലായി വരും. അത് മാത്രമല്ല, വിശ്വസിച്ച് ഇപ്പൊ ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് മാതാപിതാക്കളും പോകുന്നത്. അതെ, ഇപ്പൊ ഏത് രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമായിട്ടില്ല. അപ്പോൾ ഇതിന്റെ അന്വേഷണമൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല രീതിക്ക് നടക്കട്ടെ. കുറ്റം ചെയ്തവര് എന്താ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വരട്ടെ. അപ്പൊ അതനുസരിച്ചുള്ള ഫ്യൂച്ചറിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ ഇതേപോലെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റി ഫോം ചെയ്ത് അത് മുന്നോട്ട് അതനക്ക് പോട്ടെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലുള്ള അടുത്ത ടോപ്പിക്കുമായിട്ട് ഓരോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടും ടോപ്പിക്കായിട്ട് നമുക്ക് ഞെട്ടാം, നിങ്ങൾക്ക് ഞെട്ടാം. അല്ലെ, കാരണം ഇപ്പൊ ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് നിറയെ ഇങ്ങനെ വരുന്നതുകൊണ്ട്. പിന്നെ ഒന്നിലും ഒരു ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിലും ഒരു ക്ലാരിറ്റി ഇല്ല. ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞു വരുന്ന കാര്യങ്ങളിൽ വെറുതെ എടുക്കണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ആയിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അധികം കാര്യങ്ങളിലേക്ക്, കാരണം ഒന്നുമില്ല പറയാനായിട്ട്. ജസ്റ്റ് കേസ് നടക്കുന്നു, എന്താ സംഭവങ്ങളെന്ന് അറിയാത്ത പല കാര്യങ്ങളും വന്നിരുന്നു വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ ഒരു ടോപ്പിക്ക് ഫുള്ള് പൂർണ്ണമായിട്ട് അറിഞ്ഞതിന് ശേഷം വന്ന് സംസാരിക്കുന്നിരിക്കല്ലോ ഏറ്റവും ബെറ്റർ. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത്. എന്നാലും മാക്സിമം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഈ വീഡിയോയിലും പറയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പറയുന്ന എല്ലാം ശരിയാണെന്നൊന്നുമല്ല, ഞങ്ങളുടേതായിട്ടുള്ള വ്യൂ പോയിന്റുകളാണ് ഞങ്ങൾ പറയുന്നത്. തെറ്റുകൾ ഉണ്ടാവാം, ശരികൾ ഉണ്ടാവാം. സ്റ്റഡി ചെയ്ത് അതൊന്നും ചെക്ക് ചെയ്ത് ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ സംസാരിക്കുന്ന പോലെ ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ടോപ്പിക്കായിട്ട് ഇനിയും വരും. കഴിഞ്ഞ 2 വീഡിയോസിന് നിങ്ങൾ നല്ല സ്റ്റാർട്ടിങ് ആദ്യത്തെ 2 വീഡിയോ ആയിട്ട് കൂടി നല്ല സപ്പോർട്ട് ചെയ്തു. കമന്റ് ചെയ്തവർക്കെല്ലാം നന്ദിയുണ്ട്. ലൈക്ക് ചെയ്തവർക്കും അതേപോലെ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.